മാന്യ പ്രേക്ഷകർക്ക് MSV സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇസ്ലാം വിരുദ്ധം മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുത്തുന്നത് എന്നൊക്കെ ബഹളം വെച്ചാൽ കോടതി വരെ തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് ഇനിയുള്ള കാലം കരുതണ്ട. കശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി എന്നീ സിനിമകൾ നിരോധിക്കണം എന്ന് ബഹളം വെച്ചപ്പോൾ കോടതി എന്ത് നടപടി സ്വീകരിച്ചു എന്ന് നാം കണ്ടതാണ്. ഈയിടെ അനു കപൂർ നായകനായ ഹമാര ബാരഹ് എന്ന സിനിമയുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു. കോടതിയിലേക്ക് കുറേ പരാതികൾ അയച്ചാൽ കോടതി വിരണ്ടുപോകും എന്ന് കരുതിയവർക്ക് തെറ്റി. ബോംബെ ഹൈക്കോടതി ജഡ്ജിമാരായ BP കൊളബാവാലയും ഫിർദോസ് പുനിവാലയും ഉൾപ്പെടുന്ന ബെഞ്ച് സിനിമ കാണുകയും അതിൽ ഇസ്ലാമിനോ ഖുറാനോ എതിരായി ഒന്നുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സ്ത്രീകളുടെ ഉന്നമനമാണ് ഈ സിനിമയുടെ സന്ദേശം എന്ന് കുറിക്കുകയുണ്ടായി. സിനിമ നിരോധിച്ച് കാണാൻ കൊതിച്ചവർക്ക് കോടതിയിൽ നിന്ന് കിട്ടിയ സമ്മാനം അവർ ഒരിക്കലും ഇളക്കുകയില്ല. പരാതിക്കാർക്ക് മുഖം രക്ഷിക്കാൻ പാകത്തിനായി ചില നിർദ്ദേശങ്ങൾ കോടതി വിധിയിലുണ്ട്. സാമുദായിക സ്പർദ്ധയ്ക്കുള്ള ദുരുദ്ദേശം സിനിമയ്ക്കില്ലെന്ന് സിനിമ ആരംഭിക്കുന്നതിന് മുൻപ് അറിയിപ്പായി നൽകണം എന്നാണ് ഇതിൽ ഒന്ന്. ചില സംഭാഷണ ശകലങ്ങൾ നീക്കിക്കളയാനും കോടതി നിർദ്ദേശിച്ചു. സിനിമാറ്റോഗ്രാഫി ചട്ടത്തിന് വിരുദ്ധമായി സർട്ടിഫിക്കറ്റ് നൽകാത്ത ഭാഗം ട്രെയിലറിൽ ഉൾപ്പെടുത്തി എന്നതിന് പിഴയടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇതെല്ലാം സ്വീകരിക്കാൻ സിനിമാ നിർമ്മാതാവും മറ്റും സമ്മതിച്ചതോടെ സിനിമാ പ്രദർശനത്തിൽ തടസ്സമില്ല എന്ന് കോടതിയും പറഞ്ഞു. ഖുറാനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന മൗലവിയെ തുറന്നു കാട്ടുന്നതാണ് സിനിമ എന്നും ജഡ്ജിമാർ പറഞ്ഞു. മുസ്ലിം സ്ത്രീകളുടെ മാന്യത ഉയർത്തിപ്പിടിക്കുന്ന ഈ സിനിമ മുത്തലാഖ് നിയമം പാസ്സായതിനു ശേഷമാണ് വന്നത് എന്ന കാര്യം മറക്കരുത്. ഇസ്ലാമിക മൗലികത തളം കെട്ടി നിൽക്കുന്ന സമൂഹത്തിൽ പരിഷ്കരണത്തിൻ്റെ വെളിച്ചം പരക്കുന്നതിൻ്റെ സൂചനകളാണ് ഇവയൊക്കെ. 1973 റിലീസ് ചെയ്ത MT വാസൻ നായരുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ ആധാരമാക്കി MT തന്നെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച നിർമാല്യം എന്ന ചിത്രം ഒരു ഗ്രാമത്തിലെ ദേവീക്ഷേത്രവും അവിടുത്തെ ശാന്തിക്കാരനും വെളിച്ചപ്പാടും കഴകക്കാരനും അവരുടെ ജീവിതമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. കൊടിയ ദാരിദ്ര്യത്തിലും മദ്യാനുഷ്ഠാനം മുറുകെ പിടിച്ച വെളിച്ചപ്പാടാണ് ഇതിലെ നായകൻ. വെളിച്ചപ്പാടിൻ്റെ അശ്രദ്ധയിൽ അയാളുടെ കുടുംബം ശിഥിലമാകുന്നു. താൻ ഉപാസിച്ച ദേവി തൻ്റെ രക്ഷയ്ക്കെത്തുകയില്ലെന്ന് മനസ്സിലാക്കിയ വെളിച്ചപ്പാട് ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ വാൾ കൊണ്ട് തലവെട്ടി വാർന്നൊഴുകുന്ന രക്തം ദേവിയുടെ വിഗ്രഹത്തിലേക്ക് തുപ്പി ജീവനൊടുക്കുന്നു. കലയെ സ്നേഹിക്കുന്ന ഹിന്ദുക്കൾ ഈ ചിത്രത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. കേരളത്തിലുള്ള ഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും ഈ ചിത്രം ബഹിഷ്കരിക്കാമായിരുന്നു. ഒരു സിനിമ കൊണ്ട് തകർന്നടിയുന്നതല്ല മതവിശ്വാസം എന്ന് മുസ്ലിം മത നേതാക്കൾ മനസ്സിലാക്കിയാൽ നന്ന്.